ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 46-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. തോമസ് ഒരു സാധു കർഷകനായിരുന്നു. അയാൾക്ക് ഒരേ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, തൻ്റെ മകളെ നല്ല നിലയിൽ വിവാഹം ചെയ്യിക്കണം. അയാൾ അതിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. ഒരിക്കൽ ഒരു യുവാവിൻ്റെ വീട്ടുകാർ തൻ്റെ മകളെ കാണുവാൻ വരുന്നതിന് ക്രമീകരണം ചെയ്തു. പക്ഷേ അവർക്ക് ഒരു ചായ നൽകുവാൻ പോലുമുള്ള പണം അദ്ദേഹത്തിൻ്റെ കൈവശമില്ലായിരുന്നു. അയാൾ തൻ്റെ കൃഷിസ്ഥലത്തേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന 3 മത്തങ്ങ പറിച്ച് മാർക്കറ്റിൽ കൊണ്ടുപോയി. 3 മത്തങ്ങയുമായി അവിടെ ഇരിക്കുമ്പോൾ ഗ്രാമത്തിലെ ഒരു പ്രധാനി വന്ന് ഒരു മത്തങ്ങ വാങ്ങി. പക്ഷെ പണം നൽകിയില്ല. അദ്ദേഹത്തോട് ചോദിക്കുവാനും ധൈര്യമുണ്ടായില്ല. ശേഷിച്ച 2മായി അവിടെ ഇരിക്കുമ്പോൾ ഒരു പോലീസുകാരൻ വന്ന് ഒരെണ്ണം എടുത്തു. അയാളും പണം നൽകിയില്ല. അയാളോടും പണം ചോദിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവമേ, 2 മത്തങ്ങയും പോയി, പണമൊന്നും കിട്ടിയില്ലല്ലോ, എങ്ങനെ കാര്യങ്ങൾ നടക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശേഷിച്ച ഒരു മത്തങ്ങയുമായി അയാൾ ആ മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ ഒരു പോലീസ് ഇൻസ്പെക്ടർ അവിടെ എത്തി. എന്താണ് ഈ ഒരു മത്തങ്ങയുമായി മാത്രം ഇവിടെ ഇരിക്കുന്നത് എന്ന് അല്പം പരിഹാസത്തോടെ ചോദിച്ചു. തോമസിന് സങ്കടം വന്നു. അവൻ്റെ വേദനിക്കുന്ന ഹൃദയം കണ്ട ഇൻസ്പെക്ടർ കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചു. അയാൾ തോമസിനെയും കൂട്ടി ഗ്രാമപ്രധാനിയുടെ വീട്ടിലെത്തി. അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മത്തങ്ങ നുറുക്കുകയായിരുന്നു. ആ മത്തങ്ങയെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ചന്തയിൽ നിന്ന് വാങ്ങിയതാണെന്നും വിലയൊന്നും കൊടുത്തില്ല എന്നും പറഞ്ഞു. ഇൻസ്പെക്ടർ അദ്ദേഹത്തിന് 1000 രൂപ പിഴ കൽപ്പിച്ചു. അത് വാങ്ങി തോമസിന് കൊടുത്തു. സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരനും 1000 രൂപ പിഴയിട്ടു. അങ്ങനെ 2000 രൂപ ലഭിച്ച തോമസ് നന്ദിപൂർവ്വം 3ാമത്തെ മത്തങ്ങ ഇൻസ്പെക്ടർക്ക് ദാനം ചെയ്തു. പക്ഷേ ഇൻസ്പെക്ടർ ആ ദാനം സ്വീകരിക്കാതെ 1000 രൂപ കൊടുത്ത് അത് വാങ്ങി. എന്നിട്ട് തോമസിനോട്, നിൻ്റെ വീട്ടിൽ വരുന്ന അതിഥികൾക്ക് നന്നായി ഭക്ഷണം നൽകുക, മകളുടെ വിവാഹം നടക്കുവാൻ സർവ്വശക്തൻ സഹായിക്കും എന്ന് ആശംസിച്ച് തോമസിനെ അയച്ചു. ഇവിടെ അധികാരികൾ എളിയവരെ ചൂഷണം ചെയ്യുന്ന അനുഭവം വ്യക്തമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എളിയവരുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് ചൂഷണം ചെയ്യുന്നവർ അശേഷം പോലും ചിന്തിക്കാറില്ല. ഇത് പലപ്പോഴും സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാണുവാൻ കഴിയും. സമ്പന്നരും അധികാരികളും എളിയവരെ ചൂഷണം ചെയ്യുന്നത് എത്ര നികൃഷ്ടമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളവർക്ക് ഏക ആശ്രയം ദൈവം മാത്രമാണ്. ഭൂമിയിൽ ആശ്രയമായി ആരുമില്ലാത്തവർക്ക് ദൈവം ഏറ്റവും വലിയ ആശ്രയസ്ഥാനമാണ്. നാം നിസ്സഹായരാകുമ്പോൾ ദൈവം സഹായകനായി കൂടെയുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. എല്ലാ വാതിലുകളും നമുക്ക് നേരെ അടയ്ക്കപ്പെടുമ്പോൾ അപ്രതീക്ഷിതമാംവിധം പുതിയ വാതിൽ തുറക്കുന്നവനാണ് ദൈവം. പലപ്പോഴും ചിറകുള്ള ദൂതന്മാർ ആയിരിക്കില്ല വരുന്നത്. എന്നാലോ വിവിധ രൂപങ്ങളിൽ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് തന്നിൽ ആശ്രയിക്കുന്നവരെ പരിപാലിക്കുന്നു. നമുക്കും ദൈവം മാത്രം ആശ്രയമായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ സങ്കേതവും ബലവുമാകുന്ന കർത്താവിങ്കിൽ എല്ലായ്പ്പോഴും ആശ്രയിപ്പാൻ തക്കൊണ്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യനിൽ ഒരിക്കലും ആശ്രയം വെപ്പാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിക്കരുതേ. പൂർണ്ണമായ കർത്താവിൽ നിന്നിൽ പറ്റിച്ചേരുവാൻ തക്കവണ്ണം, പൂർണ്ണമായി നിന്നിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചനധ്യാനത്തിലൂടെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.